പാകിസ്ഥാൻ ഭീകരരുടെ താവളമെന്ന് തുറന്നു സമ്മതിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. രാജ്യത്ത് മിക്കയിടങ്ങളും ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. സായുധ സേനയുടെ ഇടപെടൽ കൊണ്ടാണ് അവരെ ഒരു പരിധിവരെ തടുക്കാൻ സാധിക്കുന്നതെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ സജീവമാണെന്ന ഭാരതത്തിൻ്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഷഹബാസ് ഷെരീഫിൻ്റെ വാക്കുകൾ. I think what I'm saying is that we are not fighting this menace just to restore peace in Pakistan. It is for the world at large. Imagine if our brave armed forces, our soldiers, our officers had not engaged them, these terrorists would be roaming around in the streets of various parts of the world. So I think the world has to acknowledge Pakistan's sacrifices. The world has to acknowledge what suffering we have passed through. വീണ്ടും ഗൗതമിലേക്ക് പോകുന്നു. ഗൗതം, ഭീകരവാദത്തെ തലോടുന്ന സമീപനമാണ് പാകിസ്ഥാൻ ഇന്നും സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട പാക് ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ സൈന്യത്തിൻ്റെ തലപ്പത്തുള്ളവർ പോലും പങ്കെടുത്തിരിക്കുന്നു. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകുന്നു. തകർക്കപ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ കോടികൾ ചെലവഴിക്കുന്നു. എന്നിട്ടും പാകിസ്ഥാൻ ഭീകരരുടെ താവളമാണ് എന്ന് പറയുന്നത് ഷഹബാസ് ഷെരീഫിൻ്റെ കാപട്യമല്ലേ വെളിവാക്കുന്നത്? ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ വാദങ്ങളെ ശരിവയ്ക്കുന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ഈ പ്രസ്താവന. അതായത് പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി ഷഹബാസ് ഷെരീഫ് തുറന്ന് സമ്മതിക്കുകയാണ്. ഭാരതം ലോകത്തിന് മുന്നിൽ തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്: പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നു. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനുമൊക്കെ ഉൾപ്പെടുന്ന ഭീകര സംഘടനകൾ, അതായത് ഇന്ത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഭീകര സംഘടനകൾ. ഇതുകൂടാതെ ആഗോളതലത്തിൽ ഇസ്ലാമിക രാഷ്ട്രം ലക്ഷ്യമിടുന്നതായിട്ടുള്ള അൽ ഖ്വയ്ദ, IS തുടങ്ങിയ സംഘടനകൾ. ഇതുകൂടാതെ പാകിസ്ഥാനകത്ത് തന്നെ പ്രത്യേക ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തെഹരീക്ക് താലിബാനും അതോടൊപ്പം തന്നെ അത്തരം ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകൾ, ഹക്കാനി നെറ്റ്വർക്കൊക്കെ പോലെയുള്ള സംഘടനകൾ വേറെയുമുണ്ട്. അപ്പോൾ ഇക്കാര്യം ഭാരതം വർഷങ്ങളായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ് അവിടെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇസ്ലാമാബാദിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ തുറന്ന് സമ്മതിക്കുന്നത് ഇവിടെ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ്. അതായത് നമ്മുടെ വാദഗതികളെ ശരിവയ്ക്കുകയാണ്. അത് ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കുവാൻ പാകിസ്ഥാൻ്റെ സായുധ സേനകൾക്ക് കഴിഞ്ഞു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. അതായത് ബലൂചിസ്ഥാനിലെയും അതോടൊപ്പം തന്നെ ഖൈബർ പഖ്തൂനിലെയും ഒക്കെ തുടർച്ചയായി നടക്കുന്ന സംഘർഷങ്ങളെ പറ്റിയാകാം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. കാരണം പാകിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാനെ പല കഷ്ണങ്ങളായി വിഭജിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പോരാട്ടങ്ങൾ പല ഭാഗത്ത് നടക്കുകയാണ്. ഒരു ഭാഗത്ത് ബലൂജ് പ്രവിശ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഒപ്പം ഖൈബർ പഖ്തൂനിൽ പാക് താലിബാൻ അവിടെ ഒരു സ്വതന്ത്ര ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയുള്ള തുറന്ന യുദ്ധം പാകിസ്ഥാൻ സൈന്യവുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതുകൂടാതെ ലഷ്കറും അതുപോലെ തന്നെ ജെയ്ഷയും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഭാരതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി അവിടെ ഭീകരന്മാരെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഭാരതം നടത്തിയ പ്രത്യാക്രമണം സംബന്ധിച്ചും തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഇതാദ്യമായാണ് പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പാകിസ്ഥാന് തിരിച്ചടികൾ ഉണ്ടായി, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും പാകിസ്ഥാനിൽ പതിച്ചു എന്ന കാര്യം പ്രധാനമന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നത് ആദ്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഷഹബാസ് ഷെരീഫ് നരേന്ദ്രമോദിയുമായി ഉപാധികളോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തുറന്ന് പറഞ്ഞത്. ഇനി ആ ചർച്ച നടക്കാൻ വേണ്ടിയാണോ, അത് സാധ്യമാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു പരാമർശം, അതിലേക്ക് വഴി തുറക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്?
അനിൽ നമ്പ്യാർ, ഇത്തരത്തിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഭാരതവുമായി ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം ശക്തമായ നിലപാട് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലും പാകിസ്ഥാനുമായി ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ഒരു ചർച്ച വേണ്ട എന്നതാണ് ഭാരതത്തിൻ്റെ നിലവിലത്തെ നിലപാട് എന്നത് നമുക്കറിയാം. വെള്ളവും അതോടൊപ്പം തന്നെ രക്തവും ഒരുമിച്ച് ഒഴുകുകയില്ല, അല്ലെങ്കിൽ വ്യാപാരവും ഭീകരതയും ഒരുമിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയത്. അതിനാൽ പാകിസ്ഥാനുമായി ഒരു രീതിയിലുമുള്ള ചർച്ചയ്ക്ക് ഭാരതം ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയുണ്ടെങ്കിൽ അത് POJKയുമായി ബന്ധപ്പെട്ടും ഭീകരതയുമായി ബന്ധപ്പെട്ടും മാത്രമാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പല രീതിയിലുമുള്ള ശ്രമങ്ങൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരതവുമായ ഒരു ചർച്ചയ്ക്ക് പല രീതിയിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് തുറന്ന ചർച്ച വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു കത്ത് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഈ പ്രസ്താവനകൾക്കിടയിൽ പറഞ്ഞത് കശ്മീർ വിഷയവും അതോടൊപ്പം തന്നെ സിന്ധു നദീജല വിഷയവുമെല്ലാം ഇനിയും ചർച്ച ചെയ്യണം, ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ മാത്രമേ പ്രശ്നപരിഹാരം പൂർണ്ണമായിട്ടുണ്ടാകൂ എന്നൊക്കെയുള്ള ഒരു സമീപനത്തിലേക്ക് പാകിസ്ഥാൻ എത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ നമ്മൾക്കറിയാം, എത്ര ചർച്ചയ്ക്ക് തയ്യാറായാലും ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ മറുഭാഗത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ആ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിന് കാർഗിൽ ഉൾപ്പെടെ ഈ പഹൽഗാം ഉൾപ്പെടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതിനാൽ പാകിസ്ഥാനുമായി ഈ ഭീകരത എപ്പോഴാണോ അവർ അവസാനിപ്പിക്കുന്നത് അതുവരെ ഒരു തരത്തിലുമുള്ള ചർച്ച വേണ്ട എന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പ്രസ്താവന തുടർച്ചയായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുമുണ്ട്. അനിൽ നമ്പ്യാർ. യെസ്, പാകിസ്ഥാൻ ഭീകരരുടെ താവളമെന്ന് തുറന്ന് സമ്മതിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യത്ത് മിക്കയിടങ്ങളും ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളാണ്, സായുധ സേനയുടെ ഇടപെടൽ കൊണ്ടാണ് അവരെ ഒരു പരിധി വരെ തടുക്കാൻ സാധിക്കുന്നതെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ സജീവമാണെന്ന ഭാരതത്തിൻ്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഷഹബാസ് ഷെരീഫിൻ്റെ വാക്കുകൾ. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.